ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ മണി പ്ലാന്റ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ നട്ടുവെച്ച മണി പ്ലാന്റ്സൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ നീണ്ടു പോകുന്ന എതളുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊരു ബൗളിൽ ഇങ്ങനെ വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ പുതിയ വേരുകളൊക്കെ പിടിച്ച് പിന്നെ വീണ്ടും വേറെ പോട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് നടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറ്. ഇതേപോലെ ഈ മണി പ്ലാന്റൊക്കെ ഞാൻ ഇതേപോലെ തന്നെ നട്ടു വെച്ചതാണ് കേട്ടോ. അതെല്ലാം ദേ കണ്ടോ, കുറേ ഇങ്ങനെ നീണ്ട് ഒരു ഭംഗിയില്ലാതെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അതൊക്കെ നമ്മൾ ഈ ബൗളിൽ വെള്ളത്തിൽ വെറുതെ ഒന്ന് മുക്കി വെച്ചേക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് നല്ല വേരുകളൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് പിടിക്കാനായിട്ട് നമുക്ക് നല്ല ഉപകാരമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ മണി പ്ലാന്റ്സ് നമുക്കിനി കുറേ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യണത്. നമ്മുടെ കയ്യിൽ ഇത്രയും ടൈപ്പ് മണി പ്ലാന്റ്സ് ആയിട്ടുള്ളത്. ഒരു മാർബിൾ പോത്തോസ്, അതേപോലെ ഒരു എൻജോയ് പോത്തോസ്, ഗോൾഡൻ പോത്തോസ്, അങ്ങനെ ഒരു 2-3 വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യ സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുത്ത് വേര് പിടിച്ച ചെടികൾ പെട്ടെന്ന് നട്ട് കഴിഞ്ഞാൽ വേഗം പിടിക്കും കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് വെക്കുന്നത്. ഇതെല്ലാം നമ്മളിങ്ങനെ ഈ ബൗളിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ കിച്ചണിൽ തന്നെയാട്ടോ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ കിച്ചണിലാണെങ്കിൽ ഭംഗി ഉണ്ടാവുകയും ചെയ്യും, അതേപോലെ നമ്മുടെ ആവശ്യത്തിന് നമുക്കെടുത്ത് വെക്കുകയും ചെയ്യാം, നമുക്ക് നട്ട് പിടിപ്പിക്കുകയും ചെയ്യാം കേട്ടോ. കണ്ടോ, ഇതാട്ടോ അതിൻ്റെ സെറ്റിങ്സ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇത് വെക്കണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.